പകയിലും ലഹരിയിലും സംസ്ഥാനത്ത് ജീവിതങ്ങൾ പിടഞ്ഞു തീരുകയാണ്. കലാലയങ്ങളിലെ കാടത്തം മതിരിവിടുമ്പോൾ അതിക്രമങ്ങളും തുടർക്കഥയാകുന്നു. കുറ്റകൃത്യങ്ങളുടെ സമഗ്രതയിലേക്ക് കാക്കിയിലേക്ക് സ്വാഗതം. സംസ്ഥാനത്ത് വിദ്യാർത്ഥി സംഘർഷങ്ങൾ തുടർക്കഥയാവുകയാണ്. ഇന്ന് മലപ്പുറത്ത് നടന്ന സംഘർഷത്തിൽ 3 വിദ്യാർത്ഥികൾക്കാണ് കുത്തേറ്റത്. പെരിന്തൽമണ്ണ താഴേക്കോട് PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികൾ തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയത്. ഗുരുതരമായി പരിക്കേറ്റ 2 വിദ്യാർത്ഥികളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ 2 വിദ്യാർത്ഥികളെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. SSLC പരീക്ഷയ്ക്ക് ശേഷമായിരുന്നു വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. വാക്കുതർക്കം പിന്നീട് കത്തിക്കുത്തിൽ കലാശിക്കുകയായിരുന്നു. ഒരു വിദ്യാർത്ഥി ബാഗിൽ മുൻകൂട്ടി കത്തി കൊണ്ടുവന്നിരുന്നു. സംഘർഷമുണ്ടായപ്പോൾ ഈ വിദ്യാർത്ഥിയാണ് മറ്റു 3 കുട്ടികളെയും കുത്തിപ്പരിക്കേൽപ്പിച്ചത്. തലയ്ക്കും കഴുത്തിനുമാണ് പരുക്കേറ്റ വിദ്യാർത്ഥികളെ ആദ്യം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് 2 കുട്ടികളെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 10ാം ക്ലാസ്സിലെ മലയാളം മീഡിയം, ഇംഗ്ലീഷ് മീഡിയം വിദ്യാർത്ഥികൾ തമ്മിലായിരുന്നു സംഘർഷം. മുമ്പും കുട്ടികൾ തമ്മിൽ സംഘർഷമുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില കുട്ടികൾക്കെതിരെ നടപടിയെടുത്തിരുന്നു. ഇന്ന് കത്തികൊണ്ട് കുത്തിയ വിദ്യാർത്ഥിക്കെതിരെ നടപടി സ്വീകരിച്ചിരുന്നു. പരീക്ഷയ്ക്ക് മാത്രം എത്തിയാൽ മതിയെന്നും ഈ കുട്ടിയോട് പറഞ്ഞിരുന്നു. സ്കൂളിൽ മുൻപും സംഘർഷമുണ്ടായിട്ടും സ്കൂൾ അധികൃതർ ജാഗ്രത പാലിച്ചില്ലെന്നും ആരോപണമുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പെരിന്തൽമണ്ണ പോലീസും അന്വേഷിക്കുന്നുണ്ട്. ജനം, മലപ്പുറം. തിരുവനന്തപുരം ചെമ്പഴന്തി SN കോളേജിൽ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി. കോളേജ് ഗേറ്റിന് പുറത്തുനിന്നും ഹോളി ആഘോഷിക്കുകയായിരുന്ന വിദ്യാർത്ഥികൾക്കിടയിലേക്ക് പുറത്തുനിന്നും ആളുകൾ മദ്യപിച്ചെത്തിയതോടെയാണ് സംഘർഷമുണ്ടായത്. തിരുവനന്തപുരം ശ്രീനാരായണ ഗുരുകുലം ചെമ്പഴന്തി കോളേജിന് മുൻപിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. കോളേജിന് പുറത്ത് ഹോളി ആഘോഷിക്കുന്നതിനിടെ ബൈക്കിൽ മദ്യപിച്ചെത്തിയ ഒരു സംഘം വിദ്യാർത്ഥികൾ തമ്മിലുണ്ടായ തർക്കമാണ് കയ്യാങ്കളിയിലേക്ക് നയിച്ചത്. സംഘർഷത്തിനിടെ കോളേജ് ഗേറ്റിന് സമീപം വലിയ തോതിൽ വാക്കുതർക്കവും അടിപിടിയും നടന്നു. കോളേജിന്റെ പുറത്തായിരുന്നു സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. വിദ്യാർത്ഥികൾ തമ്മിൽ ആദ്യം വാക്കുതർക്കമുണ്ടാവുകയും തുടർന്ന് കയ്യാങ്കളിയിലേക്ക് എത്തിച്ചേരുകയുമാണ് ഉണ്ടായത്. ജനം, തിരുവനന്തപുരം. തൃശൂർ പെരുമ്പിലാവിൽ ലഹരി മാഫിയ സംഘങ്ങൾ ഏറ്റുമുട്ടി യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തി. മരത്തുംകൂട് സ്വദേശി അക്ഷയാണ് മരിച്ചത്. സുഹൃത്തുക്കളായ ലിഷോയ് ബാദുഷ എന്നിവരാണ് ആക്രമണം നടത്തിയതെന്ന് പോലീസ് പറഞ്ഞു. വിശദാംശങ്ങളുമായി ആനന്ദ് പുതൂർ ചേരുകയാണ്. ആനന്ദ്, ലഹരി മാഫിയ സംഘങ്ങളുടെ ഒരു പക അത് തന്നെയാണോ ഈ ഒരു സംഘർഷത്തിലേക്ക് കലാശിച്ചത്? എപ്പോഴായിരുന്നു ഈ ഒരു അരുംകൊലയും? ഇന്ന് രാത്രി 8:30 കൂടിയാണ് സംഭവം. പെരുമ്പിലാവിൽ ഈ ലഹരി മാഫിയ സംഘമാണ് ഇത്തരത്തിൽ യുവാവിനെ കൊലപ്പെടുത്തിയത്. നിരവധി കേസുകളിൽ പ്രതിയായ കൂട്ടൻ എന്ന് വിളിക്കുന്ന അക്ഷയാണ് വെട്ടേറ്റ് മരിച്ചത്. ഈ കടവല്ലൂർ സ്വദേശിയും നിലവിൽ മരത്തങ്ങോട് വാടകയ്ക്ക് താമസിക്കുന്ന ആളുമാണ് ഈ കൊല്ലപ്പെട്ട അക്ഷയ്. ഈ ഭാര്യയോടൊപ്പം ഈ ഇത്തരത്തിൽ ഇന്ന് പെരുമ്പിലാവ് ആൽത്തറ 4 സെന്റ് കോളനിയിലാണ് സംഭവം ഉണ്ടായത്. അക്ഷയുടെ സുഹൃത്തുക്കളായ ലിഷോയ്, ബാദുഷ എന്നിവരാണ് ആക്രമണം നടത്തിയത്. ഭർത്താവിനെ ആക്രമിക്കുന്നത് കണ്ട അക്ഷയുടെ ഭാര്യ തൊട്ടടുത്ത വീട്ടിലേക്ക് ഓടിക്കയറി. സുഹൃത്തുക്കളും ലഹരി കച്ചവടക്കാരുമായിരുന്നു കൊല്ലപ്പെട്ട അക്ഷയും ഈ ലിഷോയും ബാദുഷയും എന്നാണ് ലഭിക്കുന്ന സൂചന. ഈ കഞ്ചാവ് കച്ചവടവുമായി ബന്ധപ്പെട്ട തർക്കമാണ് സംഘർഷത്തിലേക്കും കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. കൊലപാതകത്തിന് ശേഷം രക്ഷപ്പെട്ട ലിഷോയ്ക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഈ സംഘർഷത്തിൽ പരിക്കേറ്റ ബാദുഷ പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ശരി, ആനന്ദാണ് തൃശ്ശൂരിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. എറണാകുളം കലൂരിൽ യുവാവിനെ കാറിടിപ്പിച്ച് കൊലപ്പെടുത്താൻ ശ്രമം. കലൂർ SRM റോഡിലായിരുന്നു സംഭവം. യുവാവിനെ കാറിന്റെ ബോണറ്റിൽ കയറ്റി 1/2 കിലോമീറ്ററോളം വാഹനം സഞ്ചരിച്ചു. സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു.
SRM റോഡിൽ ഇന്നലെ രാത്രിയായിരുന്നു സംഭവം. ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിനായിരുന്നു യുവാവിന് നേരെ ആക്രമണം. SRM റോഡിലെ ഹോസ്റ്റലിൽ ലഹരി ഉപയോഗിക്കുന്നെന്ന വിവരമറിഞ്ഞ് നാട്ടുകാർ കൂടിയിരുന്നു. ലഹരി സംഘത്തിലുണ്ടായിരുന്നവരെ നാട്ടുകാർ തടയാൻ ശ്രമിച്ചപ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത്. യുവാവിന് നേരെ കാർ പാഞ്ഞെടുക്കുകയായിരുന്നു. ചാടി രക്ഷപ്പെടാൻ ശ്രമിച്ച യുവാവ് വാഹനത്തിന്റെ ബോണറ്റിൽ പിടിച്ചിരിക്കുകയായിരുന്നു. കാർ 1/2 കിലോമീറ്ററോളം യുവാവുമായി സഞ്ചരിച്ചു. കാറിൽ 4 പേരുണ്ടായിരുന്നതായാണ് വിവരം. ഇതിൽ ഒരാളെ പോലീസ് പിടികൂടിയിട്ടുണ്ട്. സംഭവത്തിൽ എറണാകുളം നോർത്ത് പോലീസ് കേസെടുത്തു. കാറിലുണ്ടായിരുന്ന മറ്റുള്ളവർക്കായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട്. ജനം, കൊച്ചി. ഹരിപ്പാട് കുമാരപുരത്ത് നിന്ന് 10 വർഷം മുമ്പ് കാണാതായ രാകേഷ് കൊല്ലപ്പെട്ടുവെന്ന സംശയത്തിൽ നടത്തിയ പരിശോധനയിൽ മാരക പ്രഹരശേഷിയുള്ള വിദേശ നിർമ്മിത തോക്ക് കണ്ടെത്തിയത് സംബന്ധിച്ച് കേന്ദ്ര ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചു. കേന്ദ്ര ഇന്റലിജൻസ് വിഭാഗവും രഹസ്യാന്വേഷണ വിഭാഗവും ഇത് സംബന്ധിച്ച് വിവരങ്ങൾ ശേഖരിക്കുകയാണ്. രാകേഷിനെ കൊലപ്പെടുത്തിയെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്ന കുമാരപുരം സ്വദേശിയായ കിഷോറിന്റെ വീട്ടിൽ നിന്നാണ് വിദേശ നിർമ്മിത തോക്കും ആയുധങ്ങളും കണ്ടെത്തിയത്. കുമാരപുരം പുത്തൻ വീട്ടിൽ രാകേഷിനെ കൊലപ്പെടുത്തി കുഴിച്ചുമൂടിയെന്ന് കാട്ടി രാകേഷിന്റെ അമ്മ രമ കോടതിയെ സമീപിച്ചതോടെയാണ് പോലീസ് വീണ്ടും കേസന്വേഷണം ആരംഭിച്ചത്. രാകേഷിനെ കൊലപ്പെടുത്തിയെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്ന കിഷോറിന്റെ വീട്ടിൽ പോലീസ് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് US നിർമ്മിത തോക്കും 53 വെടിയുണ്ടകളും മറ്റു മാരകായുധങ്ങളും കണ്ടെത്തിയത്. ഇത്തരം തോക്കുകൾ എത്തിക്കുന്നത് ആരാണെന്നതിനെ കുറിച്ച് NIAയും അന്വേഷണം ആരംഭിച്ചു. ലൈസൻസ് ഇല്ലാതെ US നിർമ്മിത തോക്കുകളും തിരകളും ഗുണ്ടയുടെ വീട്ടിൽ നിന്ന് പിടികൂടുന്നത് സംസ്ഥാനത്ത് ആദ്യമാണെന്ന് പോലീസ് പറയുന്നു. ഈ തോക്കിന് സാധാരണ തോക്കിനേക്കാൾ കൃത്യതയും റേഞ്ചും കൂടുതലാണ്. ഒരേ സമയം 6 തിരകൾ തോക്കിൽ നിറച്ച നിലയിലായിരുന്നു. തോക്കിൽ 60 തിരകൾ ഉണ്ടായിരുന്നതായാണ് പോലീസ് സംശയിക്കുന്നത്. ബാക്കി തിരകൾ ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന് ആലപ്പുഴ AR ക്യാമ്പിലെ ആയുധ പരിശോധനാ വിഭാഗം ശാസ്ത്രീയ പരിശോധന നടത്തുന്നു. തോക്ക് മാരക പ്രഹര ശേഷിയുള്ളതാണെന്ന് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു. കാപ്പ കേസ് പ്രതിയായ കിഷോറിനെതിരെ ലൈസൻസ് ഇല്ലാതെ തോക്ക് കൈവശം വെച്ചതിന് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഒളിവിൽ കഴിയുന്ന കിഷോറിനെ പിടികൂടാനുള്ള ശ്രമം ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. ജനം, ആലപ്പുഴ. കണ്ണൂർ മുഴപ്പിലങ്ങാട്ടെ BJP പ്രവർത്തകൻ സൂരജിനെ വെട്ടിക്കൊന്ന കേസിൽ 9 പ്രതികൾ കുറ്റക്കാർ. തലശ്ശേരി പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് കണ്ടെത്തൽ. മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണൻ, TP വധക്കേസ് പ്രതി TK രജീഷ് എന്നിവരടക്കം 9 പ്രതികൾ കുറ്റക്കാരാണെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. പ്രതികൾക്കുള്ള ശിക്ഷ തിങ്കളാഴ്ച വിധിക്കും. CPM-ൽ നിന്ന് BJP-യിലേക്ക് എത്തിയതിന്റെ വൈരാഗ്യത്തിലാണ് സൂരജിനെ കൊലപ്പെടുത്തിയത്. സൂരജ് വധക്കേസിൽ TK രജീഷ്, NV യോഗേഷ്, K ഷംജിത്ത്, മനോരാജ് നാരായണൻ, സജീവൻ, പ്രഭാകരൻ, KV പത്മനാഭൻ, പ്രദീപൻ, രാധാകൃഷ്ണൻ എന്നീ പ്രതികളെയാണ് കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയത്. 10-ാം പ്രതി നാഗത്താൻകോട്ട പ്രകാശനെ വെറുതെ വിട്ടു. 1 മുതൽ 6 വരെ പ്രതികൾ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തു. 7 മുതൽ 9 വരെ പ്രതികൾക്കെതിരെ ഗൂഢാലോചന കുറ്റവും തെളിഞ്ഞു. 11-ാം പ്രതിയാണ് കൊല നടത്തിയവരെ ഒളിവിൽ താമസിക്കാൻ സഹായിച്ചത്. TP വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട TK രജീഷും മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി PM മനോജിന്റെ സഹോദരൻ മനോരാജ് നാരായണനും സൂരജിന്റെ കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്തതായി തെളിഞ്ഞു. ഈ കേസിലെ TK രജീഷ് 2005-ൽ ഈ കേസിലെ യഥാർത്ഥ പ്രതികളെ പിടിച്ചിരുന്നെങ്കിൽ അതിനുശേഷം ഒരു 10-15 കൊലപാതകങ്ങൾ, രാഷ്ട്രീയ കൊലപാതകങ്ങൾ കേരളത്തിൽ നിന്ന് തന്നെ ഇല്ലാതാവുമായിരുന്നു. 10-15 രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നിന്ന്, TP ചന്ദ്രശേഖരൻ അടക്കമുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നിന്ന് കേരളം രക്ഷപ്പെടുമായിരുന്നു. ഈ കൃത്യത്തിൽ സാധാരണഗതിയിൽ തുടരന്വേഷണത്തിൽ വന്ന പ്രതികൾ രക്ഷപ്പെടുകയാണ് ചെയ്യാറ് പതിവ്. കാരണം ആദ്യ അന്വേഷണത്തിൽ ഒഴിവാക്കപ്പെട്ടു എന്ന ഘട്ടത്തിൽ ഈ കേസിൽ 2ഉം 5ഉം പ്രതികളായ രജീഷും, അദ്ദേഹം TP ചന്ദ്രശേഖരൻ വധക്കേസിൽ പ്രതിയാണ്, മനോരാജ് എന്ന നാരായണനും ഈ കേസിൽ കുറ്റക്കാരനെന്ന് കണ്ടു എന്നുള്ളത് പ്രോസിക്യൂഷന്റെ വൻ വിജയമായിട്ട് തന്നെ കാണാം. ശിക്ഷയിൽ ഇളവ് വേണമെന്ന് 6-ാം പ്രതിയും 7-ാം പ്രതിയും ആവശ്യപ്പെട്ടു. കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയതിന് പിന്നാലെ രക്തസാക്ഷികൾ സിന്ദാബാദ് എന്ന് മനോരാജ് നാരായണൻ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടു. അതേസമയം CPM-ന്റെ കൊലപാതക രാഷ്ട്രീയത്തിനേറ്റ ശക്തമായ തിരിച്ചടിയാണ് കോടതി വിധിയെന്ന വിലയിരുത്തലാണ് പൊതുവെയുള്ളത്. 20 വർഷം നീണ്ട നിയമ പോരാട്ടം, 28 സാക്ഷികൾ, 51 രേഖകൾ,
ഒടുവിൽ 9 പ്രതികളെ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. വൈകിയെങ്കിലും ലഭിച്ചത് നീതി തന്നെ. കെ സുബിത്തിനൊപ്പം മിഥുൻ പിള്ള, ജനം, കണ്ണൂർ. തിരികെ കാക്കിയിലേക്ക്. കണ്ണൂർ കൈരപ്രത്തെ ഓട്ടോ ഡ്രൈവറായ BJP പ്രവർത്തകൻ രാധാകൃഷ്ണന്റെ മരണകാരണം നെഞ്ചിലേറ്റ പരിക്കാണെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. വെടിയുണ്ട ഹൃദയത്തിൽ തുളച്ചു കയറി. അതേസമയം രാധാകൃഷ്ണനെ കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചാണ് എത്തിയതെന്ന് പ്രതി സന്തോഷ് പോലീസിന് മൊഴി നൽകി. കൊലപ്പെടുത്താൻ ഉപയോഗിച്ച തോക്ക് പോലീസ് കണ്ടെത്തി. നെഞ്ചിന് വെടിയേറ്റയുടൻ രാധാകൃഷ്ണൻ മരിച്ചുവെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നാടൻ തോക്കുപയോഗിച്ചാണ് പ്രതി വെടിയുതിർത്തതെന്നും കണ്ടെത്തി. തോക്കും കത്തിയുമായാണ് പ്രതി സന്തോഷ് കൈതപ്രത്ത് എത്തിയത്. വെടിവെക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ആക്രമിക്കാനാണ് കത്തി കയ്യിൽ കരുതിയത്. രാധാകൃഷ്ണൻ എത്തുന്ന സമയം മനസ്സിലാക്കി നിർമ്മാണത്തിലിരുന്ന വീട്ടിൽ ഒളിച്ചിരുന്നുവെന്നും സന്തോഷ് മൊഴി നൽകി. വീട്ടിലേക്ക് കയറി നിമിഷങ്ങൾക്കുള്ളിൽ വെടിയുതിർത്തു. ഇന്നലെ രാവിലെ രാധാകൃഷ്ണന്റെ ഫോണിൽ വിളിച്ച് സന്തോഷ് ഭീഷണിയും മുഴക്കിയിരുന്നു. സന്തോഷ് ഭീഷണിപ്പെടുത്തിയ വിവരം രാധാകൃഷ്ണൻ മകനെയും അറിയിച്ചു. കൊലപ്പെടുത്തിയതിനു പിന്നിൽ വ്യക്തിവിരോധമാണെന്നാണ് പോലീസ് പറയുന്നത്. അതേസമയം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി 3 മണിയോടെ രാധാകൃഷ്ണന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. തുടർന്ന് കൈതപ്രത്തെ സമുദായ ശ്മശാനത്തിൽ സംസ്കരിച്ചു. ജനം, കണ്ണൂർ. കൊല്ലം ചടയമംഗലത്ത് വീട്ടിൽ കയറി വയോധികയുടെ സ്വർണ്ണമാല കവർന്ന ഓട്ടോ ഡ്രൈവർ പിടിയിലായി. മുരുക്കുമൺ സ്വദേശി പ്രദീപിനെയാണ് ചടയമംഗലം പോലീസ് പിടികൂടിയത്. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. എഴുപത്തിയൊന്നുകാരിയായ ഓമനയുടെ 4.5 പവന്റെ സ്വർണ്ണമാലയാണ് പ്രതി കവർന്നത്. വയോധികയ്ക്ക് പൊതിച്ചോറ് കൊടുക്കാനായാണ് പ്രദീപ് വീട്ടിലേക്ക് എത്തിയത്. വീടിനകത്ത് പൊതിച്ചോറ് വെച്ച ശേഷം ഓമനയുടെ കഴുത്തിൽ കിടന്ന സ്വർണ്ണമാല പൊട്ടിച്ച് ഓട്ടോറിക്ഷയിൽ രക്ഷപ്പെടുകയായിരുന്നു. മോഷണം നടന്ന ഉടനെ അയൽവാസികൾ ചടയമംഗലം പോലീസിൽ വിവരമറിയിച്ചു. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി ഓമനയിൽ നിന്നും അയൽവാസികളിൽ നിന്നും വിവരം ശേഖരിച്ച് മോഷ്ടാവിനെ തിരിച്ചറിഞ്ഞു. മുരുക്കുമണ്ണിൽ നിന്നും പ്രദീപിനെ പോലീസ് പിടികൂടി. ഓട്ടോറിക്ഷ പരിശോധന നടത്തിയതിൽ നിന്നും മാലയും കണ്ടെടുത്തു. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഓമനയമ്മയ്ക്ക് സാധാരണ ബന്ധുക്കളാണ് ഊണ് വീട്ടിലെത്തിച്ചു നൽകാറുള്ളത്. എന്നാൽ ചില ദിവസങ്ങളിൽ ചില ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ കയ്യിലും പൊതിച്ചോറ് കൊടുത്തുവിട്ടിരുന്നു. ഇത് മനസ്സിലാക്കിയ പ്രദീപ് പൊതിച്ചോറുമായി വീട്ടിലെത്തി മോഷണം നടത്തുകയായിരുന്നു. ഏതോ രീതിയിൽ നമ്മുടെ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള പ്രതി അവിടെ പോവുകയും ഏതോ സമയം ഇങ്ങനൊരു മാല ശ്രദ്ധയപ്പെട്ടിട്ടുണ്ടാവുന്നതാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്തായാലും ഇന്ന് ഉച്ചയ്ക്ക് 1:30 മണിയോടുകൂടി അവരാവശ്യപ്പെടാതെ തന്നെ ചോറുമായിട്ട് അവിടെ ചെല്ലുകയും ചോറ് അവർക്ക് കൊടുത്ത് സമയം തന്നെ അവരെ കഴുത്തിൽ കിടന്ന ഏകദേശം 5 പവനോളം തൂക്കം വരുന്ന മാല പൊട്ടിച്ചുകൊണ്ട് പോവുകയാണ് ചെയ്തിട്ടുള്ളത്. വൈദ്യപരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. മോഷണം നടത്താൻ പ്രദീപിനെ മറ്റാരെങ്കിലും സഹായിച്ചിട്ടുണ്ടോ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്. ജനം, കൊല്ലം. കോഴിക്കോട് പൂവാട്ടുപറമ്പിൽ നിർത്തിയിട്ട കാറിന്റെ ഗ്ലാസ് തകർത്ത് പണം കവർന്നതായി പരാതി. ആനക്കുഴിക്കര സ്വദേശി റഹീസിന്റെ 40 ലക്ഷം രൂപയാണ് നഷ്ടമായത്. ബൈക്കിലെത്തിയ 2 അംഗ സംഘം പണം സൂക്ഷിച്ചിരുന്ന ചാക്കുമായി പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. കഴിഞ്ഞ ദിവസമാണ് ആനക്കുഴിക്കര സ്വദേശി റഹീസിന് 40 ലക്ഷം രൂപ നഷ്ടമായത്. സ്വകാര്യ ആശുപത്രിക്ക് സമീപം കാർ നിർത്തി പുറത്തുപോയ റഹീസ് തിരിച്ചെത്തിയപ്പോൾ കണ്ടത് കാറിന്റെ മുൻവശത്തെ ചില്ല് തകർത്ത നിലയിലായിരുന്നു. കാറിനകത്ത് കാർഡ്ബോർഡ് കവറിലാക്കി ചാക്കിൽ കെട്ടി സൂക്ഷിച്ചിരുന്ന 40 ലക്ഷം രൂപയും നഷ്ടമായിരുന്നു. ഭാര്യാപിതാവിന്റെ കച്ചവട സ്ഥാപനം വിറ്റുകിട്ടിയ പണവും മറ്റു ചിലർ നൽകിയ പണവും ഒന്നിച്ച് സൂക്ഷിച്ചിരുന്നതാണെന്നാണ് റഹീസ് പോലീസിന് നൽകിയ മൊഴി. അതേസമയം പണത്തിന്റെ ഉറവിടം സംബന്ധിച്ച് പോലീസിന് സംശയമുണ്ട്. റഹീസിനെ കുറിച്ച് വ്യക്തമായി അറിയാവുന്നവരാകാം മോഷണത്തിന് പിന്നിലെന്നാണ് പോലീസിന്റെ നിഗമനം. ബൈക്കിലെത്തിയ 2 അംഗ സംഘം പണച്ചാക്കുമായി പോകുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ജനം, കോഴിക്കോട്. തിരികെ കാക്കിയിലേക്ക്. കേരളത്തിലേക്കുള്ള ഹൈബ്രിഡ് കഞ്ചാവ് കടത്ത് വർദ്ധിക്കുകയാണ്. കൊച്ചി വിമാനത്താവളം വഴിയുള്ള ഹൈബ്രിഡ് കഞ്ചാവ് കടത്തുകൾക്ക് പിന്നിൽ രാജ്യാന്തര ലഹരി സംഘങ്ങളെന്നാണ് വിവരം. കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ കൊച്ചിയിൽ പിടിച്ചത് 85 കിലോ കഞ്ചാവെന്നാണ് കണക്കുകൾ. ലഹരി കേസുകൾ വർദ്ധിക്കുമ്പോഴും അന്വേഷണത്തിന് എക്സൈസ് വകുപ്പിന്റെ പരിമിതികളും ഏറെയാണ്. മതിയായ ഉദ്യോഗസ്ഥരില്ലാത്തതും സാങ്കേതിക സംവിധാനങ്ങളുടെ അപര്യാപ്തതയും അന്വേഷണത്തെ ബാധിക്കുകയാണ്.
കഴിഞ്ഞ വർഷം നവംബറിലെ മാത്രം കണക്കുകളിൽ 10 കോടി രൂപയുടെ ഹൈബ്രിഡ് കഞ്ചാവാണ് ലഹരി മാഫിയ കടത്തിയത്. ഹൈബ്രിഡിൽ സിന്തറ്റിക് ലഹരി കൂടി കലർത്തിയാണ് വിതരണം. വിമാനത്താവളങ്ങളിൽ കസ്റ്റംസും DRIയും നിരീക്ഷണം ശക്തമാക്കിയിരുന്നു. കേരളത്തിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് പ്രധാനമായും എത്തുന്നത് മലേഷ്യയിൽ നിന്നും തായ്വാനിൽ നിന്നുമാണ്. പ്രത്യേക ഊഷ്മാവിൽ കഞ്ചാവ് പരിപാലിച്ചാണ് ഉൽപാദനം. എക്സൈസും ഹൈബ്രിഡ് കഞ്ചാവ് കേസുകൾ പിടികൂടുന്നുണ്ട്. സേനാബലവും സാങ്കേതിക സൗകര്യങ്ങളും വർദ്ധിപ്പിച്ച് എക്സൈസിനെ കൂടുതൽ കാര്യക്ഷമമാക്കേണ്ടതുണ്ട്. 5 പോലീസ് സ്റ്റേഷൻ പരിധികൾക്ക് ഒരു എക്സൈസ് റേഞ്ചാണുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായി ഫോണിന്റെ CDRും മറ്റു വിവരങ്ങളും പോലീസ് വഴി മാത്രമാണ് എക്സൈസിന് ലഭിക്കുന്നത്. എന്നാൽ ലഹരി ഇടപാടുകൾക്കെതിരെ ശക്തമായി നീങ്ങുകയാണ് എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് എന്ന് ജോയിന്റ് എക്സൈസ് കമ്മീഷണർ സുനു സി പറഞ്ഞു. റേഞ്ചിന്റെ അധികാരപരിധിയിൽ 4ഉം 5ഉം പോലീസ് സ്റ്റേഷൻ വരെ ഉള്ള സ്ഥലങ്ങളാണ് കൂടുതലായിട്ടുള്ളത്. 4-5 പോലീസ് സ്റ്റേഷനുകളുടെ അതിർത്തിക്കുള്ളിൽ ഒറ്റ എക്സൈസ് റേഞ്ചാണ് ഇപ്പോൾ നിലവിലുള്ളത്. റേഞ്ചിൽ മാക്സിമം 15 പേരോളം ഉള്ള സ്റ്റാഫ് മാത്രമാണ് ഉള്ളത്. പക്ഷേ എന്നാലും ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നത് കൊണ്ടാണ് ഇത്രയധികം കേസുകൾ കണ്ടെത്താൻ എക്സൈസിന് കഴിയുന്നത്. CDRും മറ്റ് ഡീറ്റെയിൽസും നേരിട്ട് ലഭ്യമാകാനുള്ള നിയമം ഇതുവരെ ആയിട്ടില്ല. ഇപ്പോൾ പോലീസിൻ്റെ സഹായത്തോടു കൂടിയാണ് ഒരു മൊബൈൽ നമ്പർ കിട്ടിയാൽ തന്നെ അതിനെ ട്രേസ് ചെയ്യാനും അതിൻ്റെ CDR എടുക്കാനും എല്ലാം നമുക്ക് കഴിയുന്നത്. അപ്പോൾ അതിനുള്ള ഒരു ലാഗിങ് അതിലുണ്ടാവും. അന്വേഷണത്തിന് പെട്ടെന്ന് ഇത് കിട്ടിയെങ്കിൽ മാത്രമേ പ്രതിയെ പെട്ടെന്ന് ലൊക്കേറ്റ് ചെയ്ത് പിടിക്കാനുള്ള സാധ്യതയുള്ളൂ. ചതുരക്കട്ടകളായി കടത്തിക്കൊണ്ടുവന്ന് ചെറിയ ഉരുളകളാക്കിയാണ് ഉപയോഗിക്കുന്നവരുടെ കൈകളിലേക്ക് ഹൈബ്രിഡ് കഞ്ചാവ് എത്തുന്നത്. കൊറിയറുകളായും ഹൈബ്രിഡ് കഞ്ചാവ് എത്തുന്നുണ്ട്. പോലീസും എക്സൈസും പ്രത്യേകമായി നടത്തുന്ന പരിശോധനകളിലും നിരവധി ലഹരി കേസുകളാണ് പിടിക്കപ്പെടുന്നത്. ജനം, കൊച്ചി. കൊല്ലത്തിൽ ലഹരിക്കായി വേദനസംഹാരി ഗുളികകൾ വിൽപ്പന നടത്തുന്നയാൾ പിടിയിലായി. മുടക്കൽ സ്വദേശി രാജീവിനെയാണ് എക്സൈസ് സംഘം പിടികൂടിയത്. വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് ഗുളിക കച്ചവടം നടത്തുന്ന സംഘത്തിലെ പ്രധാനിയാണ് ഇയാൾ. എക്സൈസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. രാജീവിൽ നിന്നും വേദന സംഹാരി ഗുളികകളും സിറിഞ്ചുകളും പിടിച്ചെടുത്തു. ക്യാൻസറിന് വേദന സംഹാരിയായി ഉപയോഗിക്കുന്ന ടൈഡോൾ, നൈട്രസെപ്പാം എന്നീ ഗുളികകളാണ് കണ്ടെത്തിയത്. വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച് വാട്സാപ്പിലൂടെയായിരുന്നു സംഘം കച്ചവടം നടത്തി വന്നിരുന്നത്. യൂസ് ചെയ്യുന്നത് വെള്ളത്തിലൊക്കെ ഇട്ട് കലക്കിയിട്ട് സിറിഞ്ചിൽ വലിച്ചിട്ട് ഇഞ്ചക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ബീച്ച് ഏരിയയിലൊക്കെ പോകുന്ന സമയത്ത് ഒത്തിരി പിള്ളേരുടെ കയ്യിലൊക്കെ കാണാറുണ്ട് ഇതിൻ്റെ പാട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒരു അന്വേഷണത്തിൽ നടത്തിയാലാണ് ഇത് കണ്ടെത്താൻ സാധിച്ചത്. ഇത് മാത്രമല്ല, ഇതുപോലെ ഒത്തിരി പേരുണ്ട്. അവരെല്ലാം നമ്മളിനി തുടർന്ന ദിവസങ്ങളിൽ കണ്ടെത്തുന്നതായിരിക്കും. അപ്പോൾ ഇയാൾക്ക് ഇത് ബാംഗ്ലൂരിൽ നിന്നും ഒക്കെയാണ് ഇത് കൊണ്ടുവരുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഇയാൾ വാങ്ങിയതാണോ ഇനി ഇയാൾക്ക് ആരെങ്കിലും എത്തിച്ചു കൊടുത്തതാണോ എന്നുള്ളത് തുടർന്നുള്ള അന്വേഷണത്തിൽ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഗുളികകൾ വെള്ളത്തിൽ കലക്കി സിറിഞ്ചിൽ നിറച്ച് ശരീരത്തിൽ കുത്തിവെച്ച് ഉപയോഗിക്കുന്നതാണ് രീതി. ബാംഗ്ലൂർ, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നും തുച്ഛമായ വിലയ്ക്ക് എത്തിക്കുന്ന ഗുളികകൾ വലിയ തുകയ്ക്കായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത്. രാജീവിന്റെ കൂട്ടാളികളെ കണ്ടെത്താനുള്ള അന്വേഷണം തുടരുന്നതായി എക്സൈസ് സംഘം അറിയിച്ചു. ജനം, കൊല്ലം. ലഹരി വസ്തുക്കളുടെ പേരിൽ കോഴിക്കോട് കൂടുതൽ അറസ്റ്റുകൾ. താമരശ്ശേരിയിലെ പ്രധാന രാസലഹരി വിൽപ്പനക്കാരനായ മിർഷാദ് എന്ന മസ്താനെ എക്സൈസ് പിടികൂടി. എലത്തൂരിൽ ലഹരിക്കടിമയായ മകനെ അമ്മ പോലീസിലേൽപ്പിച്ചു. കാരപ്പറമ്പിൽ 2 കിലോ കഞ്ചാവുമായി യുവാവ് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായി. താമരശ്ശേരിയിൽ പോലീസിനെ കണ്ട് MDMA വിഴുങ്ങിയ യുവാവിനെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. താമരശ്ശേരി, കോഴിക്കോട് ഭാഗങ്ങളിൽ രാസലഹരി വിതരണം ചെയ്യുന്ന പ്രധാനപ്പെട്ടയാളാണ് അമ്പായത്തോട് പുല്ലുമല വീട്ടിൽ മിർഷാദ് എന്ന മസ്താൻ. ഇയാളിൽ നിന്ന് 58 ഗ്രാം മെത്താഫെറ്റമിൻ പിടിച്ചെടുത്തു. പോലീസിനെ കണ്ടു രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ MDMA വിഴുങ്ങി മരിച്ച ഷാനിദിന്റെ സുഹൃത്താണ് മിർഷാദ്. ബംഗളൂരുവിലെ ലഹരി മാഫിയുമായി അടുത്ത ബന്ധമാണ് ഇയാൾക്കെന്ന് എക്സൈസ് പറഞ്ഞു. കാരപ്പറമ്പിലെ വീട്ടിൽ നിന്ന് 2 കിലോ കഞ്ചാവുമായി പിടിയിലായ അമൽ ബക്കറാണ് ഇന്ന് കോഴിക്കോട് എക്സൈസിന്റെ വലയിലായ മറ്റൊരാൾ. ലഹരിക്കടിമയായതിനെ തുടർന്ന് വീട്ടിലുള്ളവരെ ഭീഷണിപ്പെടുത്തിയ മകനെ അമ്മ പോലീസിൽ ഏൽപ്പിച്ചതാണ് കോഴിക്കോട് ഇന്ന് നടന്ന മറ്റൊരു സംഭവം. പണം നൽകിയില്ലെങ്കിൽ എല്ലാവരെയും കൊല്ലുമെന്നും ആത്മഹത്യ ചെയ്യുമെന്നും ഭീഷണി തുടർന്നതോടെ മകനെതിരെ അമ്മ പോലീസിൽ പരാതി നൽകി. തുടർന്നാണ് 26-കാരനായ രാഹുലിനെ എലത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ പോക്സോ ഉൾപ്പെടെയുള്ള മറ്റനേകം കേസുകളിലും പ്രതിയാണ്. MDMA വിഴുങ്ങിയതായതുള്ള സംശയത്തെ തുടർന്ന് ലഹരിക്കടിമയായ യുവാവിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയ വാർത്ത വന്നത് താമരശ്ശേരിയിൽ നിന്ന്.
ലഹരിക്കടിമയായ അരയപ്തുഞ്ചാലിൽ സ്വദേശി ഫായിസ് അമ്മയെയും ഭാര്യയെയും കുഞ്ഞിനെയും കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി വീട്ടിൽ ബഹളം വച്ചു. ഇതോടെ നാട്ടുകാർ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തിയപ്പോൾ ഫായിസ് രക്ഷപ്പെടാൻ ശ്രമിച്ചു. പോലീസിന്റെ പിടിയിലായപ്പോൾ ഫായിസ് തന്നെയാണ് പറഞ്ഞത് താൻ MDMA വിഴുങ്ങിയെന്ന്. ആദ്യം താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഫായിസിനെ പിന്നീട് വിദഗ്ധ പരിശോധനയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ജനം, കോഴിക്കോട്. എറണാകുളത്ത് ബാർ ജീവനക്കാരന്റെ കഴുത്തിൽ കത്തിവെച്ച് കവർച്ച നടത്തിയ കേസിൽ 4 പേർ അറസ്റ്റിലായി. ഇടുക്കി തങ്കമണി സ്വദേശി വിപിൻ ബിജു, ആലുവ ആലങ്ങാട് സ്വദേശി ജിനോയ് ജേക്കബ്, തൃശൂർ വെള്ളിക്കുളങ്ങര സ്വദേശി ആലിഫ്, ആലപ്പുഴ മുതുകുളം സ്വദേശി മുഹമ്മദ് ഫൈസൽ എന്നിവരെയാണ് ആലുവ പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ 16-നായിരുന്നു സംഭവം. ബാർ ജീവനക്കാരനായ കണ്ണൂർ സ്വദേശി ശ്രീജേഷ് ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും താമസ സ്ഥലത്തേക്ക് പോകുമ്പോഴാണ് കവർച്ചയ്ക്ക് ഇരയായത്. ഓവർബ്രിഡ്ജിനടിയിലെ റെയിൽവേ ട്രാക്കിൽ വെച്ച് കവർച്ചാ സംഘം കഴുത്തിലും വായിലും കത്തിവെച്ച് ഭീഷണിപ്പെടുത്തുകയും മർദ്ദിക്കുകയും ചെയ്തു. തുടർന്ന് യുവാവിന്റെ കൈവശമുണ്ടായിരുന്ന പണമടങ്ങിയ ബാഗും മൊബൈൽ ഫോണും കവർന്ന് കടന്നു കളയുകയായിരുന്നു. സംഭവം അറിഞ്ഞ പോലീസ് പ്രത്യേക ടീം രൂപീകരിച്ച് അന്വേഷണം ആരംഭിച്ചിരുന്നു. നിരവധി CCTV ക്യാമറകൾ പരിശോധിച്ചു. മണപ്പുറം ഭാഗം കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് പ്രതികളെ പിടികൂടിയത്. വിപിൻ ബിജുവിനെതിരെ മുളന്തുരുത്തി, എറണാകുളം നോർത്ത്, ചോറ്റാനിക്കര, കുന്നംകുളം സ്റ്റേഷനുകളിലും ജിനോയ് ജേക്കബിന് എതിരെ എറണാകുളം സൗത്ത്, സെൻട്രൽ, അരൂർ, കണ്ണമ്മാലി, മരട്, ഷൊർണൂർ സ്റ്റേഷനുകളിലും ആലിഫിനെതിരെ വെള്ളംകുളങ്ങര, പാലാരിവട്ടം, സെൻട്രൽ എന്നീ സ്റ്റേഷനുകളിലും മുഹമ്മദ് ഫൈസലിന് ഷൊർണൂർ സ്റ്റേഷനിലും കേസുകളുള്ളതായി പോലീസ് പറഞ്ഞു. കവർച്ച നടത്തിയ ഫോൺ കണ്ടെടുത്തു. പ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ജനം, കൊച്ചി. ചുറ്റും നടക്കുന്ന അതിക്രമങ്ങളുടെ സമഗ്രതയുമായി കാക്കി നാളെ വീണ്ടും കാണാം. സൈനിങ് ഓഫ് KP.